പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. യേശു ശിഷ്യന്മാരെ സുവിശേഷം പ്രസംഗിക്കുവാനായി അയക്കുമ്പോൾ യേശു പറയുന്നത് ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നാണ്. ശിഷ്യന്മാർ സുവിശേഷം പ്രഘോഷണം നടത്തി ആത്മാക്കളെ നേടാൻ പോകുമ്പോൾ ജാഗ്രത വേണം എന്ന് യേശു ഓർമ്മിപ്പിക്കുകയാണ്. തിന്മ നിറഞ്ഞ ജനങ്ങളുടെ ഇടയിലേക്കാണ് ശിഷ്യന്മാർ പോകേണ്ടിയിരിക്കുന്നത്. അത് ചെന്നായ്ക്കളെ പോലെ ആക്രമിക്കും. ആടുകളെ കാണുമ്പോൾ ചെന്നായ്ക്കൾ ആക്രമിക്കാൻ വരുന്നത് പോലെ യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്തവരായ ആളുകൾ ശിഷ്യന്മാരെ ആക്രമിക്കാൻ, ഉപദ്രവിക്കാൻ, പീഡിപ്പിക്കാൻ വരും എന്നാണ് യേശു പറയുന്നത്. യേശു അവർക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പാണിത്. മനുഷ്യരെ സൂക്ഷിക്കണം. അതായത് മനുഷ്യരുടെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന് യേശുവിന് വ്യക്തമായിട്ടറിയാം. യാക്കോബ് 5:10 തിരുവചനം പറയുന്നു, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ സഹനത്തിൻ്റെയും ക്ഷമയുടെയും മാതൃകയായി സ്വീകരിക്കുവിൻ എന്ന്. അപ്പോൾ ജനങ്ങളിൽ നിന്ന് പരിഹാസങ്ങളും പീഡനങ്ങളും അവഹേളനങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ക്ഷമയോടെ അവയെ സ്വീകരിക്കണമെന്ന് യേശു മുൻകൂട്ടി ശിഷ്യന്മാരെ അറിയിക്കുകയാണ്. കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ സഹനത്തിൻ്റെയും ക്ഷമയുടെയും മാതൃകയായി സ്വീകരിക്കുവിൻ എന്നാണ് യേശു പറയുന്നത്. 2 തിമോത്തി 2:3 യേശുക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെപ്പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുവിൻ എന്ന് തിരുവചനം പറയുന്നുണ്ട്. 1 യോഹന്നാൻ 2:6 തിരുവചനം പറയുന്നു, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. 1 പത്രോസ് 2:19 തിരുവചനം പറയുന്നു, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവിക ചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹത്തിന് കാരണമാകും. നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനകളും പ്രത്യാശയും നാം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകുവാൻ. വിവേകവും നിഷ്കളങ്കതയും ശിഷ്യന്മാർക്കുണ്ടായിരിക്കണം എന്നും യേശു ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അതിൽ വിശ്വസിക്കാത്തവരിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടാകുമെന്നും മനുഷ്യരെ വിശ്വസിക്കരുതെന്നും യേശു പറയുന്നുണ്ട്. മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ളത് എന്താണെന്ന് യേശുവിന് വ്യക്തമായിട്ടറിയാം. യോഹന്നാൻ 5:42 യേശു പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹം ഇല്ല. ജെറമിയ 17:9-10 തിരുവചനങ്ങളിലൂടെ കർത്താവ് അരുളി ചെയ്യുകയാണ്, ഹൃദയം മറ്റൊന്നിനേക്കാളും കാപട്യമുള്ളതും ശോചനീയമാം വിധം ദുഷിച്ചതുമാണ്. ആർക്കാണ് അതിനെ മനസ്സിലാക്കാൻ കഴിയുക? കർത്താവായ ഞാൻ മനസ്സിനെ പരീക്ഷിക്കുകയും ഹൃദയത്തെ പരിശോധിക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ്റെ ഹൃദയത്തിലാണ് എല്ലാ ദുഷ്ടതയും കുടികൊള്ളുന്നത്. ബാഹ്യമായി നല്ലവരായി കാണപ്പെടുന്ന നാം എല്ലാവരും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് എന്താണെന്ന് നാം ഒന്ന് ആത്മശോധന ചെയ്യേണ്ടതാണ്. നമ്മുടെ ഹൃദയത്തിൽ എന്തുമാത്രം വാശിയും വൈരാഗ്യവും പ്രതികാര ചിന്തകളും വെറുപ്പും വിദ്വേഷവും സ്വാർത്ഥമോഹങ്ങളും അങ്ങനെ ദുഷിച്ച ചിന്തകളും പേറിയല്ലേ നാം നടക്കുന്നത്. മറ്റുള്ളവരെ അംഗീകരിക്കാനോ അവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കുവാനോ നമുക്ക് കഴിയുന്നില്ല. നമ്മെ വേദനിപ്പിച്ചോട് ക്ഷമിക്കാനും നമുക്ക് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള നമ്മുടെ ഹൃദയം കാണുന്ന കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത് എന്ന്. ഹൃദയത്തിൽ നമുക്ക് നിഷ്കളങ്കത, വിശുദ്ധി ഉണ്ടായാൽ മാത്രമേ നമുക്ക് ദൈവത്തെ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിലും ചേതനയിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് ദൈവത്തിൻ്റെ വചനം. ആ ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനമാണ് ശിഷ്യന്മാർ ജനങ്ങളോട് പ്രസംഗിക്കുന്നത്. അത് കേൾക്കുന്നവരിൽ
ശരിയായ രീതിയിൽ മാനസാന്തരമുണ്ടാകുകയും അവരുടെ ആത്മാവിനെ രക്ഷിക്കാൻ അവരെ ആ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുകയുമാണ് ചെയ്യേണ്ടത്. എന്നാൽ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റാൻ കഴിയാത്ത ആളുകളുണ്ട്. അവർക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, മാനസാന്തരപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെയുള്ളവരെ അവർ ശിഷ്യന്മാരെ ആക്രമിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഈ ശിഷ്യന്മാരുടെ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന സുവിശേഷ വേല ചെയ്യുന്ന എല്ലാവർക്കും ഇതുപോലെയുള്ള നിന്ദനങ്ങളും പീഡനങ്ങളും ഉണ്ടാകും. അത് ദൈവം മുൻകൂട്ടി തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ജാഗരൂകരായി ഇരിക്കണം. തിന്മയെ വെറുക്കുകയും നന്മയെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.